ഇല്ല, പുള്ളി നേരെ വീട്ടിലേക്ക് വന്നു, നടന്നു ആവശ്യമായിട്ട് എല്ലാം നടന്നു വന്നു. പിന്നെയാണ് പുള്ളിക്ക് മനസ്സിലാവുന്നത് ഈ പൊട്ടലും. പിന്നെ കടന്ന ശേഷം പിന്നെ എണിക്കാൻ പറ്റിയില്ല. പിന്നെ നോക്കുമ്പോൾ വീട്ടുകാർ നോക്കും വായിലും ഇതിലൊക്കെ ചോര ഉണ്ടായിരുന്നു. മരിച്ചിരുന്നതുകൊണ്ട് അങ്ങനെ ഒരാനയുള്ള അതേ ഒന്നിലധികം ആനയുണ്ടോ? ഇവിടെ നമുക്ക് സ്ഥിരമായിട്ട് ഒരാനയാണ് വരുന്നത്. പക്ഷെ ഒന്നിലധികം ആനകൾ വരുന്നുണ്ട്. കാരണം ഇത് ഒരു ഗ്യാപ്പ് ഇട്ടാണ്. നമുക്ക് ഒരു ദിവസം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നത്. ഏകദേശം നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഒരു ആന തന്നെയാണ് ഈ ഭാഗത്തേക്ക് വരുന്നത്. അത് ഞങ്ങൾ 100% ഉറപ്പ്. ഞങ്ങൾ പല പ്രാവശ്യം അവർക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അത് ആ ആന തന്നെ, ആ വലിയ കൊമ്പുള്ള ആ സെയിം ആന തന്നെയാണ്. ആ ആനയാണ് മിനിഞ്ഞാന്ന് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരാൾ തട്ടിയത്. ആ ആന തന്നെയാണ്. അതിനിവിടെ ഫോറസ്റ്റുകാർ വരുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം കാണുന്നില്ല. കാരണം ഇതിനെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇതിനെ കുങ്കിയാനകൾ ഉപയോഗിച്ച് പിടിച്ച് നാട് കടത്തുകയോ അല്ലെങ്കിൽ ഇവർ കുങ്കിയാനയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാനല്ലാണ്ട് ഒരു രക്ഷയില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ പറ്റാത്തത്. ഇതിപ്പോൾ ഈ രാത്രിയിൽ കറണ്ടും ഇല്ലാതെ ഇങ്ങനെ ആകുമ്പോൾ നമുക്കൊന്ന് ഇറങ്ങി ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ വരെ പറ്റാത്ത കണ്ടി. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ പനവല്ലി എന്ന് പറയുന്ന പ്രദേശത്താണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ലക്ഷ്മൺ എന്നു പേരുള്ള ഒരാളെ കാട്ടാന ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത്. വളരെ ദാരുണമായൊരു സംഭവമായിപ്പോയി. അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കുണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത്. ഇപ്പോൾ സംഭവം നടന്നിട്ടിപ്പോൾ 2 ദിവസമായി. മിനിഞ്ഞാന്നാണ് സംഭവം നടന്നത്. ഏതായാലും ഞാനിപ്പോൾ ആ ഒരു പ്രദേശമാണുള്ളത്. ഈ പനവല്ലി എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുന്നേയും പനവല്ലിയിലെ നിരവധി വീഡിയോകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പനവല്ലിയിലെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ പനവല്ലിയിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, എസ്പെഷ്യലി കാട്ടുമൃഗങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രദേശത്താണ് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് തന്നെ രാത്രി സമയങ്ങളിൽ നമ്മളിതിലെ വണ്ടിക്ക് വന്നാൽ ഉറപ്പായിട്ടും കാട്ടാനയുടെ മുമ്പിൽ ചെന്ന് ചാടും എന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട്. പക്ഷേ ഈ ഒരു പ്രദേശമൊക്കെ തികഞ്ഞ ജനവാസ മേഖലയാണ്. ഫോറസ്റ്റ് ഇതിൻ്റെ അടുത്ത് തന്നെയുണ്ട്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 കിലോമീറ്ററിന് അടുത്ത് തന്നെയുണ്ട്. അങ്ങനെ ഒരു പ്രദേശമാണ്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത് തിരുനെല്ലി, അതുപോലെ തന്നെ കാട്ടിക്കുളമൊക്കെയാണ്. ഏതായാലും കാട്ടിക്കുളത്തിനും തിരുനെല്ലിക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു പനവല്ലി എന്ന് പറഞ്ഞ പ്രദേശമുള്ളത്. നല്ല മഴക്കാലമാണ്, അതുകൊണ്ട് വീഡിയോയ്ക്കൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് സഹകരിക്കുക. ഏതായാലും നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്തേക്കാണ് പോകാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ആ ഒരു സംഭവം നടന്ന പ്രദേശത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ്. ഇവിടെയാണ് ആ ഒരു സംഭവം നടന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ ദൃശ്യങ്ങളിലൊക്കെ കാണാം, നിരവധി വീടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ്. ഇതുണ്ടോ, നല്ല മഴയുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക, സൗണ്ടിനൊക്കെ പ്രശ്നം ഉണ്ടാവും. അതുപോലെ ഈ ഒരു പ്രദേശത്താണ് സംഭവം നടന്നത്. നമുക്കിവിടെ റോട്ടിൽ തന്നെ അതിൻ്റെ ചെറിയ ലക്ഷണങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ വെച്ചാണ് സംഭവം നടന്നത്. തൊട്ടപ്പുറത്ത് തന്നെ അദ്ദേഹം പശുവൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ പാല് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന മൊന്തയാണ് ഈ കാണുന്നത്. ആ ഒരു പാത്രമൊക്കെ അവിടെ ആന ചവിട്ടി ചളുക്കിയിട്ടിരിക്കുന്ന രംഗങ്ങളും നമുക്ക് കാണാം കേട്ടോ. നമുക്ക് ഏതായാലും ഈ പ്രദേശത്തുള്ള ആളുകളോട് തന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചോദിക്കാം. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് വലിയാച്ചൻ. ഈ പ്രദേശവാസി അല്ലേ? അതെ അതെ. എന്താണ് ശരിക്കും അന്ന് സംഭവിച്ചതെന്ന് പറയാമോ? അന്ന് സംഭവിച്ചെന്ന് പറഞ്ഞാൽ പുള്ളി നടന്നു വരുവാണ്. നടന്നു വരുന്ന സമയത്ത് പുള്ളി ആന അവിടെ നിൽക്കുന്നു. പുള്ളി കണ്ടില്ലേ, മഴയൊക്കെ അല്ലേ? അതെ അതെ. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആന തിരിഞ്ഞു തെറിച്ച് പുള്ളി ആ കാനലിലിട്ട് എവിടെയോ വീണു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ പൊട്ടുണ്ടല്ലേ, നട്ടലിന് പൊട്ടുണ്ട്. പിന്നെ വാരിയല് പൊട്ടിയിട്ടുണ്ട്. 3 വാരിയലും പൊട്ടിയിട്ടുണ്ട്. അപ്പം ഇത് എങ്ങനെയാ പുള്ളി ഇവിടെ കിടക്കുന്ന രീതിയിലാണോ കണ്ടേ? എങ്ങനെയാ ആദ്യം കിടക്കുന്ന രീതിയിലാണ് കണ്ടേ? ആണല്ലേ? കിടക്കുന്ന രീതിയിലാണ് കണ്ടേ. കാരണം ഈ നട്ടലിലും പൊട്ടി ഈ വാരിയലും പൊട്ടി കഴിയുമ്പോൾ എണിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ്. ഈ പ്രദേശം ഇങ്ങനെ വന്യമൃഗശല്യം ഭയങ്കര ശല്യമാണ്. അല്ലേ? ഭയങ്കര ശല്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ കൂടെ വന്നു നമ്മുടെ വീടിൻ്റെ ആ പരിസരത്ത് മുറ്റത്തൊക്കെ നിന്ന് വാഴ പറിച്ചു, തെങ്ങിൻ തൈ പറിച്ചു, പിന്നെ അവിടെ നിന്ന് ഇത് കവുങ്ങ് കുടിച്ചു. അങ്ങനെ ദിവസമാണ് ശല്യം. ഇവിടെ ഒരു നിവൃത്തിയില്ല, ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ.
ഈ വഴിയൊക്കെ എപ്പോഴും ആളുകൾ സഞ്ചരിക്കുന്ന വഴിയല്ലേ? അതെ അതെ അതെ. അല്ല, നമുക്ക് ഈ ഒരു വഴിയുള്ളൂ. ഈ പ്രദേശത്തുള്ള അങ്ങ് ആ മൂല മുതൽ ആതാണ്ട മുതൽ ഇങ്ങോട്ടുള്ള വഴി ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല. ഒരു 9 മണി ആകണ്ട അതിനിപ്പുറം തന്നെ ആന ഇറങ്ങുവാണ്. 9 മണിക്ക് മുമ്പൊക്കെ ഇറങ്ങും. വഴി നമ്മൾ വന്നു കഴിഞ്ഞാൽ റോഡിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട്. റോഡിൻ്റെ മുമ്പിൽ തന്നെ ആന നിൽക്കുക. ഇതിപ്പോൾ ഈ ഒന്നാമതെ ഈ മഴയ്ക്ക് നമ്മൾ എങ്ങോട്ട് പോവുക, ഒന്ന് മാറാൻ വരെ പറ്റിയാൽ ഇതിപ്പോൾ കയറി ഇറങ്ങി ഇതാ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ എന്തോരോ സാധനങ്ങൾ നശിപ്പിച്ചിട്ടേക്കുന്നെന്ന് കണ്ടാലും അറിയാം. ആണല്ലേ? പുള്ളിയുടെ ഇപ്പോഴത്തെ നില എന്താ, സ്ഥിതി എന്താ? ഇപ്പോഴത്തെ അത്ര ഒരു ഇതായിട്ടില്ല, എന്നാലും മെഡിക്കൽ കോളേജിലുള്ളത്. ഇനിയിപ്പോൾ അത് എത്ര നാൾ കഴിയണോ സുഖമാണെന്ന് ഉള്ളത് പറയാൻ പറ്റില്ല. ഡോക്ടർമാർ പറയുന്നില്ലെല്ലാം നമുക്ക് അറിയാൻ പറ്റും. ചവിട്ട് കൊണ്ടിട്ടില്ലല്ലോ? ചവിട്ടല്ലോ, തട്ട് അല്ല അങ്ങനെയല്ലോ, തട്ടുവേ. ചവിട്ടുവാണെങ്കിൽ പോവില്ല സാർ. ആനയൊക്കെ ഒന്ന് ചവിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തട്ടി തെറിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അവിടെ നിന്നുകൊണ്ട് ആ പാത്രമെല്ലാം ചവിട്ടി പാത്രം കിടക്കുന്നത്. ആ പാത്രം കിടക്കുന്നത്, അതുകൊണ്ട് പാലും പാത്രം. ആന എവിടെ നിന്ന് ഇറങ്ങി വന്നേന്ന്? ആന ഇറങ്ങി വന്നതേയോ വരുമ്പോൾ ഈ വഴിക്കായിരുന്നു, മുകളിൽ നിന്ന് മറ്റേ ഇറങ്ങി വന്നല്ലേ. ഇത് കണ്ടോ, മാങ്ങ ഒക്കെ പറിച്ചിട്ടേക്കല്ലേ? ഇതാ ചാല് എന്താ ചവിട്ടേക്കുന്നത്. ഇവിടെ നിന്ന് കേട്ടോ. ഇതിലെ കയറി പോയിട്ടുണ്ട്. മാങ്ങ അടിച്ചതിൻ്റെ പാട് കാണാലോ. ഇതുണ്ടല്ലോ ചവിട്ടേക്കുന്നത്, മാങ്ങയൊക്കെ കുളിക്കിട്ടേക്കുന്നു. അതെ അതെ. അപ്പോൾ നമുക്ക് ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒരു നിവൃത്തിയുമില്ല, നമുക്ക് ജീവിക്കണ്ടേ. ഞാനിങ്ങനെ നിരന്തരം ശല്യം, അത് ഒരു ദിവസം ഒഴിവില്ല. ഒരു ദിവസം ഇവിടെയാണ്, ഒരു ദിവസം അവിടെ, ഒരു ദിവസം അപ്പുറേ, ഇങ്ങനെ ഡെയിലി ആനയാണ്. ഇന്നലെ ഉണ്ടായിരുന്നു. ഫോറസ്റ്റുകാർ വന്ന് അവർ ലൈറ്റൊക്കെ ആയിട്ടൊന്ന് വരും, 3-4 പേര് വന്നു കഴിയുമ്പോഴത്തേനും ഈ വെളിച്ചം കാണുമ്പോൾ ആന അങ്ങോട്ട് മാറിയിരിക്കും. അവർ പോയെന്നും പറഞ്ഞിട്ട് അവരങ്ങ് പോകും. ഇവിടെ ഒത്തിരി ആളുകൾ താമസിക്കുന്ന സ്ഥലമല്ലേ? പിന്നെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഇത് കാപ്പിത്തോട്ടം വന്ന് ഇത് കണ്ടല്ലേ, ഈ വീട്, അത് അപ്പുറം വീട്, അതിൻ്റെ അപ്പുറം വീട്, ഇത് കണ്ടല്ലേ. ഇത് നമ്മൾ ഈ മറ്റേ തെളിഞ്ഞ പ്രദേശത്തെ പോലെയല്ല. ഇത് വീട്, ഇതിൻ്റെ താഴോട്ടും വീടുകളുള്ള, പിന്നെ താഴെ എല്ലാം വീടുണ്ട്. ഏത് ഭാഗത്തുനിന്ന് ആന വരുന്നത്? ഇപ്പോൾ ആന വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കരെ ഫോറസ്റ്റാണ്. അക്കരെ പാലം കഴിഞ്ഞിട്ട് ഈ പാലം കഴിഞ്ഞാൽ അവരെ ഫോറസ്റ്റാണ്. അതിപ്പോൾ എതിലേ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേയും വരാം, അവിടെ നിന്നും വരാം, ഇവിടെ നിന്നും വരാം, അങ്ങനെ 4 ഭാഗത്തു നിന്നും വരാമെന്നുള്ള ഇതുണ്ട്, സാധ്യതയുണ്ട്. വലിയ ബുദ്ധിമുട്ട് തന്നെയല്ലേ ഇവിടെ? ഭയങ്കര ബുദ്ധിമുട്ടാണ്, ജീവിക്കാൻ പറ്റാത്തത്. ഇതിപ്പോൾ ഈ രാത്രിയിൽ കറണ്ടും ഇല്ലാതെ കൂടെ ആകുമ്പോൾ നമുക്കൊന്ന് ഇറങ്ങി ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ വരെ പറ്റാത്ത കണ്ടീഷൻ. റേഞ്ചും ഇല്ല. ഒന്ന് വിളിച്ചൊരാളെ വിളിച്ചറിയിക്കണമെന്ന് വെച്ചാൽ റേഞ്ചും ഇല്ല. അതെ അതെ അതെ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. പേരെങ്ങനെയാണ്? സുരേഷ്. ലക്ഷ്മണൻചാൻ്റെ അയൽവാസി അല്ലേ? അയൽവാസിയാണ്, ഇളച്ചനാണ്. നിങ്ങളെ ഇളച്ചനല്ലേ? എങ്ങനെയുണ്ട് ഇപ്പോൾ പരിക്കിൻ്റെ കാര്യം? പരിക്കിൻ്റെ നട്ടലിനുണ്ട്, പിന്നെ 3 വാരിയലിനും പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. നട്ടലിൻ്റെ സ്ഥിതി എങ്ങനെയാണ്? നട്ടലിൻ്റെ കുറച്ച് അവസ്ഥ നിലയ്ക്കാണ്, ഇരിക്കാനോ കിടക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിലാണ്. ഇത് ശരിക്കും എപ്പോഴാണ് ഇത് അറിഞ്ഞത് നിങ്ങളൊക്കെ? ഞങ്ങൾ രാവിലെയാണ് അറിയുന്നത്. പുള്ളിന്ന് വെച്ചാൽ ഒരു വൈകിട്ട് ഒരു 6 മണിക്ക് പാലും കൊടുത്ത് ഒരു കല്യാണം ഉണ്ടായിരുന്നു, ആ കല്യാണത്തിന് പോയി വരുമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇത് പറ്റുന്നത്, നടക്കുന്നത്. കൊണ്ടുപോയ പാലിന്റെ മൊന്തയായിരിക്കും. അതാണ് പാല് കൊണ്ടുപോയതിന്റെ പാത്രമാണ് അവിടെ. പിന്നെ കൊടയും കിടക്കുന്നുണ്ട് ഇവിടെ. അതെ അതെ. എന്നിട്ട് മൂപ്പര് എങ്ങനെ വിളിച്ച് പറഞ്ഞോ നിങ്ങളടുത്ത്? ഇല്ല, പുള്ളി നേരെ വീട്ടിലേക്ക് വന്നു, നടന്നു ആവശ്യമായിട്ട് എല്ലാം നടന്നു വന്നു. പിന്നെയാണ് പുള്ളിക്ക് മനസ്സിലാവുന്നത് ഈ പൊട്ടലും. പിന്നെ കടന്ന ശേഷം പിന്നെ എണിക്കാൻ പറ്റിയില്ല. പിന്നെ നോക്കുമ്പോൾ വീട്ടുകാർ നോക്കും വായിലും ഇതിലൊക്കെ ചോര ഉണ്ടായിരുന്നു. മരിച്ചിരുന്നതുകൊണ്ട് അങ്ങനെ മൂക്കിലും വായിലൊക്കെ ചോര ഉണ്ടായിരുന്നു, പല്ല് ഇളകുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവിടെയൊക്കെ മുറിവുണ്ട്, മുഖത്തൊക്കെ മുറിവുണ്ട്. അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. പൊതുവെ വെച്ചാൽ ഈ ഭാഗത്ത് റേഞ്ച് ഇല്ല, എങ്ങനെ വിളിച്ചു കിട്ടൂല. അപ്പൊ കല്യാണത്തിന് പോയതല്ലേ വിചാരിച്ചിട്ട് വീട്ടുകാർ അത്രയും ശ്രദ്ധിച്ചില്ലായിരുന്നു. അതുപോലെ തന്നെ ആശുപത്രി കൊണ്ടുപോയേ? ആശുപത്രി നമ്മൾ തന്നെ കൊണ്ടുപോയത്. എവിടെയാ, ഏത് ആശുപത്രിയിലുള്ള? ആദ്യം ജില്ലാ ആശുപത്രി കൊണ്ടുപോയി, ഇപ്പൊ മെഡിക്കൽ കോളേജിലുണ്ട്, കോഴിക്കോട്. അപകടം തരണം ചെയ്തു.
ഇവിടെ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഈ ആനയുടെ ഒക്കെ പ്രശ്നമുണ്ടോ? നിങ്ങൾക്കും സ്ഥിരമായിട്ട് ഒരു ആന ശല്യമാണ് ആണല്ലേ? ഒരേ ആന തന്നെയാ വരുന്നത്? ഓ അല്ല, ഒരേ ആനയും വരുന്നുണ്ട്, മാറി വരുന്നുണ്ട്. ആണല്ലേ? പിന്നെ ഇവിടെ ഫെൻസിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫെൻസിങ് ചെയ്തേക്കുന്നൊന്നും അതൊന്നും ഗുണമായി വരുന്നൊരു ഇതിലല്ല ചെയ്തേക്കുന്നത്. കറണ്ടിന്റെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രമേ ഒരു ഫെൻസിങ് കാര്യങ്ങളൊക്കെ ഫോറസ്റ്റുകാർ ഒന്ന് ചെയ്ത് പോവല്ലാണ്ട് കാർഷികമായ കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യുന്നില്ല. ഫലപ്രദമായൊരു ആനയ്ക്കുള്ള കിഴങ്ങുകൾ അങ്ങനത്തെ ഒന്നും ഫ്രഞ്ച് കാര്യങ്ങൾ നന്നാക്കുക അങ്ങനെയൊന്നും പെട്ടെന്ന് ചെയ്യുന്നില്ല. അതാണ്. പക്ഷെ ഞങ്ങളിവിടെ എല്ലാവരും കൃഷി ചെയ്ത് ജീവിക്കുന്നതാ. ഞങ്ങൾ വർഷത്തിൽ 2 കൃഷി ചെയ്യായിരുന്നു ഇവിടെ. നെൽകൃഷി മഴയ്ക്കും ചെയ്യാം, വേനൽക്കും ചെയ്യായിരുന്നു. ഇപ്പൊ ആരും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ആനയുടെ ശല്യം കൊണ്ട്. അങ്ങനെ തഴിച്ച് കിടക്കുക. ഒരു 10-30 ഏക്കർ അങ്ങനെ കിടക്കുന്നുണ്ട്. ചുമ്മാ കിടക്കുവാണ്. നെല്ല് കൃഷി ഒഴിവാക്കിയിട്ട് സ്ഥിരമായിട്ട് വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. ശരിക്കും ആന എന്നിട്ട് എങ്ങോട്ടേ ഇറങ്ങി? ആന താഴോട്ട് ഇറങ്ങിപ്പോയി കുട കിടക്കുന്നത് കാണിച്ചതാ. ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇതിലാണ് ആന ചവിട്ടി പോയത്. കുട കിടക്കുന്ന കുട കിടക്കുന്ന അതില് അങ്ങനെ കടന്നുപോയി. കുടയൊക്കെ ചവിട്ടി പിടിച്ചാന്ന് തോന്നുന്നു അല്ലേ? എന്നിട്ട് ഈ വഴി ഇറങ്ങിപ്പോയി. ചവിട്ടുപാട് കാണാം കേട്ടോ. അതിലെ ഇറങ്ങി ഇങ്ങനെ പോവായി കേട്ടോ. ഭയങ്കര കാറ്റും മഴയാണ്. പാല് കൊണ്ടുപോകാനായിട്ട് ഉപയോഗിച്ച മൊന്ത കേട്ടോ. അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാല് കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്ന മൊന്തയാണ് ഈ കിടക്കുന്നത്. ആ ഒരു പാത്രമൊക്കെ ആന ചവിട്ടി പൊട്ടിച്ചിട്ടിരിക്കുന്ന രംഗാട്ടോ ഈ കാണുന്നത്. ഈ ഒരു സ്ഥലത്താണ്, ഈ ഒരു പ്രദേശത്ത് വെച്ചാണ് സംഭവം നടന്നത്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം വീടും കാര്യങ്ങളൊക്കെ ഉള്ള പ്രദേശമാണ്. ചുറ്റും വീടുകളുള്ളതാണ്. ഇതിൻ്റെ താഴേക്കും വീടുകളുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ തോട്ടങ്ങളുമുണ്ട്. അപ്പം അങ്ങനെ ഒരു വഴിയാണിത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്ത് നിന്ന് കുറച്ച് മാത്രം മാറിയിട്ടുള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ കഴിഞ്ഞ രാത്രി വന്നോ? ഇവിടെയൊക്കെ വീടുകൾ കാണാം നമുക്ക്. ഇവിടെയൊക്കെ വീടുകളുള്ള പ്രദേശം കേട്ടോ. ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് കാട്ടാന വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവരൊക്കെ പറയുന്നത്. ഈ വഴി ഇങ്ങനെ മുകളിലേക്ക് വീടുണ്ടോ? വീടുകളുണ്ടല്ലേ ഇവിടെയൊക്കെ. അവിടെയൊക്കെ നമുക്ക് വീട് ഉണ്ടോ? വീടിൻ്റെ ഓടെ കാണാം. അവിടെ ഒരു വീടുണ്ട്, അവിടെ ഒരു വീടുണ്ട്, ഇവിടെ ഒരു വീടുണ്ട്, ബാക്കിലൊക്കെ ഒരു വീടുണ്ട്. ഇതെല്ലാം ജനവാസ മേഖലകൾ തന്നെയാണ് കേട്ടോ. സാറേ ഇത് അവിടെ വന്നിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ വന്നിട്ട് അവിടെ പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് അത് ആ പ്ലാവ് തള്ളിയിട്ടേക്കുന്നുണ്ടോ? അതാ ആനയള്ളി അല്ലേ? ആനയള്ളിതാ. പിന്നെ ഇവിടെ വന്ന വാഴയെല്ലാം പറിച്ചു. ഇവിടെ കുറേ വാഴയുണ്ടായിരുന്നു. അവിടെ ഒരു തെങ്ങും തൈ ഉണ്ടായിരുന്നു. എവിടെയായിട്ടാ? അവിടെ കാണിച്ചു തരാം. ഒരാഴ്ചയായി. ഇതുണ്ടോ തെങ്ങും തൈ? വലിച്ച് പറിച്ച് പൊട്ടിച്ച് നാശമാക്കി. പിന്നെ അവിടെ ഒരു തെങ്ങും തൈ ഉണ്ടായിരുന്നു. അത് പറിച്ച് പൊക്കിക്കൊണ്ട് പോയി. ഈ തെങ്ങ് തൈ കളഞ്ഞല്ലേ? ആന കളഞ്ഞതാ. ഇതുണ്ടോ ആന തൂറിയിട്ടേക്കുന്നുണ്ടോ? അതും തിന്നേച്ചിട്ട് നിറയായതുകൊണ്ട് പോയതല്ലേ. വാഴ ഏതാ കളഞ്ഞെന്ന് പറഞ്ഞേ? വാഴ ഇതാ ഇവിടെ ഇതുണ്ടോ വീടിൻ്റെ മീറ്റത്ത്. ഇതൊക്കെ എന്ന് കളഞ്ഞ? ഇത് ഇന്നലെ രാത്രി കളഞ്ഞ. എല്ലാ ദിവസവും വരുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ആരുടെയാ തോട്ടം? ഈ തോട്ടം ഇത് അത്തിക്കൽ എന്ന് പറയും. അത്തിക്കല് ഐപ്പിൻ്റെ കാപ്പിത്തോട്ടം അല്ലേ? അതിലേ ഇറങ്ങി വരുന്നല്ലേ? ഇതിലൊക്കെ കയറി വരും ആണല്ലേ? ഇന്നലെ ഈ റോഡ് ഇതാ ഇവിടെ നിന്ന് മറ്റേ ഇറങ്ങി വന്ന്. ഇതുണ്ടോ ഇതെല്ലാം ആന കളഞ്ഞതാ. കരിമ്പല്ല? ഇതേ ഇന്നലെ രാത്രി വന്നിട്ട് ചെയ്ത് വെച്ച പണിയാണ്. ഇറങ്ങിയാൽ തിന്നാനുള്ള എല്ലാ സാധനവും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഇറങ്ങിയാൽ തിന്നാനുള്ള എല്ലാ സാധനവും ഉണ്ട്. ഇതാണ് സംഭവം. ഇന്നലെ ഏതിലേ വന്നേ? തെങ്ങിൻ്റെ അവിടെ വേറെ എന്തെങ്കിലും പറിച്ചോ? അതാ ആ തെങ്ങിൻ തൈ വലിച്ച് പറിച്ചിട്ടുണ്ട്. അതുണ്ടോ? അവിടെ മത്സ്യമുണ്ടല്ലേ? ഇത് ഭയങ്കര ഒരു ഇറങ്ങിക്കഴിഞ്ഞാൽ മൊത്തം കളയൂല? മൊത്തം കളയും. നിങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ജിജി എന്നാണ്. ഞങ്ങളിവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്നതാണ്. പക്ഷേ ആനയുടെ ശല്യം ഈ അടുത്ത കാലം കൊണ്ട് ഭയങ്കര രൂക്ഷമാണ്. ഒരു തരത്തിലും ജീവിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നു, ആന തിന്നിട്ട് പോകുന്നു. ഇത് തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തേക്ക് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കിട്ടുന്നത് എന്താണെന്നുള്ളത് ലോകർക്ക് എല്ലാവർക്കും അറിയാം. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ സ്വൈര്യമായിട്ട് ജീവിക്കാൻ പറ്റണ്ടേ? അതിന് പോലും സാധിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ.
കൃഷിയൊക്കെ എങ്ങനെ കളയുക? കൃഷിയെല്ലാം കളയും. നിങ്ങൾക്ക് വേണമെങ്കിൽ തോട്ടം കയറി പരിശോധിക്കാം. കാപ്പിയെല്ലാം കംപ്ലീറ്റ് ഓരോ വഴിക്ക് വരുന്ന സൈഡ് കംപ്ലീറ്റ് കളഞ്ഞിട്ടാണ് പോകുന്നത്. നമുക്കിതേ ഉള്ള ഒരു ആശ്രയം, വേറെ ഒന്നുമില്ല. അതാണ് ഈ നശിപ്പിച്ചിട്ട് പോകുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേറൊരു വഴിയില്ല. ഒരാനയുള്ള അതേ ഒന്നിലധികം ആനയുണ്ടോ? ഇവിടെ നമുക്ക് സ്ഥിരമായിട്ട് ഒരാനയാണ് വരുന്നത്. പക്ഷെ ഒന്നിലധികം ആനകൾ വരുന്നുണ്ട്. കാരണം ഇത് ഒരു ഗ്യാപ്പ് ഇട്ടാണ്. നമുക്ക് ഒരു ദിവസം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നത്. ഏകദേശം നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഒരു ആന തന്നെയാണ് ഈ ഭാഗത്തേക്ക് വരുന്നത്. അത് ഞങ്ങൾ 100% ഉറപ്പ്. ഞങ്ങൾ പല പ്രാവശ്യം അവർക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അത് ആ ആന തന്നെ, ആ വലിയ കൊമ്പുള്ള ആ സെയിം ആന തന്നെയാണ്. ആ ആനയാണ് മിനിഞ്ഞാന്ന് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരാൾ തട്ടിയത്. ആ ആന തന്നെയാണ്. അതിനിവിടെ ഫോറസ്റ്റുകാർ വരുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം കാണുന്നില്ല. കാരണം ഇതിനെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇതിനെ കുങ്കിയാനകൾ ഉപയോഗിച്ച് പിടിച്ച് നാട് കടത്തുകയോ അല്ലെങ്കിൽ ഇവര് കുങ്കിയാനയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാനല്ലാണ്ട് ഒരു രക്ഷയില്ല. ഇത് എല്ലാ വർഷവും ഇത് തന്നെയാണ്. ഈ വർഷം മാത്രമല്ല, ഇത് തുടർന്ന് എത്രയോ വർഷങ്ങളായിരുന്നല്ലോ ഇതിൻ്റെ ശല്യം തുടങ്ങിയിട്ട്. അതാണ് ഇതിൻ്റെ അവസ്ഥ. നമ്മൾ ആരോട് പരാതി പറയേണ്ടത്? ഡിപ്പാർട്ട്മെൻറ്റിനോട് പറയുമ്പോൾ അവർ പറയും ഞങ്ങൾക്കുള്ള പരിമിതി വെച്ച് ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ നമുക്ക് ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, എങ്കിലും നമുക്കിവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനൊരു മാർഗ്ഗമാണ് ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത്, എന്ത് ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ നാട്ടുകാരിൽ നിന്ന് ഇവിടെ ഓരോരുത്തർ കൊഴിഞ്ഞു പോവാണ് ഈ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം. ഇപ്പോൾ ജനങ്ങളില്ല ഇവിടെ. ഇവിടെ എത്ര ജനവാസം ഉണ്ടായിരുന്ന വീടുകൾ ഇപ്പോൾ എല്ലാം ഒഴിഞ്ഞു കിടക്കുക. അവിടെ ഒരു വീട്, ഇതിൻ്റെ മേലൊരു വീട്, അതിൻ്റെ അപ്പുറത്തൊരു വീട്, 3 വീടുകൾ ഈ ഭാഗത്ത് തന്നെ ഒഴിവായിപ്പോയി. പിന്നെ എന്ത് ചെയ്യാനാ? ഒഴിവാകുന്നതനുസരിച്ച് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടല്ലേ? ഇതനുസരിച്ച് നമുക്ക് ശല്യം കൂടും. അതല്ലേ? എന്തുണ്ടെങ്കിൽ ഒരു ഒച്ച മേളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതിപ്പോൾ അതില്ലല്ലോ. അതൊന്നും അറിയാൻ വരെ പറ്റാത്തൊരു ഒന്ന് വിളിച്ച് അറിയില്ലായിരിക്കും രാത്രി വന്ന്. ഇത് രാത്രി വരികയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മിക്ക ദിവസം 12-12:30 ആവും കിടന്നുറങ്ങുമ്പോൾ. അതുവരെയൊക്കെ കാത്തിരിക്കും. നമ്മൾ ഈ തൊഴിലും കഴിഞ്ഞ് വരുന്നതല്ലേ. അത് കഴിഞ്ഞ് വന്ന് കിടന്ന് ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് വരും, ചിലപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും. ഇന്നലെ ആന വരുന്ന 1:15 ആയപ്പോഴാണ് ഇവിടെ വന്നിട്ട് ഞങ്ങൾ അറിയുന്നത്. പക്ഷേ ആന 12 മണിയായപ്പോഴത്തെ ഇവിടെ എത്തി. ഞങ്ങൾ ഇവിടെ ഈ കരിമ്പ് വിളിക്കുമ്പോഴാണ് അറിയുന്നത്. 1:15 ആയപ്പോഴാണ് ആന ഇവിടെ എത്തുന്നത്. ഇത്ര അടുത്ത്, വീടിൻ്റെ അടുത്ത്, ഈ വീടിൻ്റെ അടുത്ത്. ഇതാണ് അവസ്ഥ. നമ്മുടെ ഈ ഒരു ഏരിയ എന്നിട്ട് ആന ഇതിൻ്റെ അങ്ങേ ഭാഗത്ത് പോയി അവിടെ കണ്ടമാനം കൃഷി നശിപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. പക്ഷെ ഫോറസ്റ്റുകാർ വന്നു, അവർ പടക്കം പൊട്ടിച്ചിട്ട് പോയി. പക്ഷെ ആനയുടെ സൗകര്യത്തിന് കയറി പോയത്. നശിപ്പിക്കാനുള്ള അത് നശിപ്പിക്കുക. അത് വന്നു കഴിഞ്ഞാൽ അത് അതിന് ഉദ്ദേശിക്കുന്ന കാര്യം നടത്തിയിട്ട് അത് പോവുള്ളൂ. അതാണ് ആ ആനയുടെ ഒരു തിയറി. ഞങ്ങൾ പഠിച്ചെടുത്തത്. കാരണം അതിന് മാങ്ങയാണ് വേണമെങ്കിൽ മാങ്ങ തിന്നിട്ടേ പോകുള്ളൂ. ചക്കയാണ് വേണ്ടത്. ഏത് പ്ലാവിലും ഉദ്ദേശിക്കുന്നത് ആ പ്ലാവിലെ ചക്ക തീർത്തിട്ട് അത് പോവുള്ളൂ. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ പ്ലാവാണ് ഒരു ഭീഷണി. ഈ പ്ലാവിലെ ചക്ക തിന്നാനാണ് ഇപ്പോൾ ദിവസം വരുന്നത്. അപ്പോൾ ഏകദേശം താഴെ നിന്നുള്ളതൊക്കെ ഇന്നലെ തീർത്തു. ഇനി മേലേക്കുള്ളതേ ഉള്ളൂ. ഇവിടെ മറ്റേ കുടുംബശ്രീക്കാരുടെ നഴ്സറി ഉണ്ട്. അതിൻ്റെ ഒരു ഷെഡിൻ്റെ സൈഡ് 2-3 ദിവസമായുള്ളൂ തട്ടി മറിച്ചിട്ട്. പിന്നെ അതൊരു പിന്നെ റിപ്പയർ ചെയ്യാൻ. ഇതൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ ഈ ഏരിയൻ്റെ അവസ്ഥ. ആരും ഇത് ചെവിക്കൊള്ളുന്നില്ല. നമ്മൾ വരുമ്പോൾ അവരോട് പരാതി പറയും, അവർ പരിഹരിക്കാമെന്ന് പറയും. ഇപ്പോൾ ഫെൻസിങ്ങിന് വേണ്ടി പണി നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് എത്ര കണ്ട് വിജയിക്കും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഫെൻസിങ് വർഷങ്ങളായിട്ട് ഇവിടെ ട്രെഞ്ചൊക്കെ ഉള്ളതാണ്. അതുകൊണ്ടൊന്നും ഒരു കാര്യം കാണുന്നില്ല. ഒന്നാമത് ഇതിൻ്റെ അത് മെയിൻ്റെനൻസ് കറക്റ്റ് പോകുന്നില്ല. പകലും വരുന്നുണ്ടോ? പകല് വളരെ കുറവാണ്. പക്ഷെ ഇത് വന്നാൽ വെളുപ്പിനെ കയറി പോവാ. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കാട്ടിലേക്ക് കയറി പോകാം. അതുവരെ തോട്ടത്തിൽ തന്നെ ഉണ്ടാവും. നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം. ഇത് കണ്ടോ, ഈ കരിമ്പൊക്കെ തിന്നിരിക്കുന്ന ഈ ഒരു വീടിൻ്റെ തൊട്ട് സൈഡിൽ നിന്നാട്ടോ. ഇതുപോലെയാണ് ആന ഓരോ പ്രദേശത്തും ആളുകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത്. ഏതായാലും ഞാൻ ഇപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ ആ ഒരു ആന നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ കാണിച്ചിട്ടുണ്ട്. പനവല്ലി എന്ന പ്രദേശത്ത് അതിഭീകരമായിട്ട് പാഞ്ഞെടുത്ത് ഒരു സ്കൂട്ടിയൊക്കെ തട്ടിമറിക്കുന്ന ഒരു വിഷ്വലൊക്കെ നമ്മളൊക്കെ കണ്ടതാണ്. അതേ ആന തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് ഇവർ പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞത് നമ്മൾ കേട്ടാണ്. ഞാൻ ഏതായാലും ആ വിഷ്വൽ കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ആ ഒരു വിഷ്വൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പുറത്തിലോ കൊമ്പനെ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു ആനയാണ് ഈ ഒരു പ്രദേശത്തൊക്കെ ഇപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ട ഒരു കാഴ്ച.
വളരെ ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണ്. ആനകൾ നാട്ടിലിറങ്ങുന്നുണ്ട്, കൃഷികൾ നശിപ്പിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ സർവ്വസാധാരണമായി മാറിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും പക്ഷെ ഒരു ആളുടെ ജീവനോ അല്ലെങ്കിൽ ആൾക്ക് ഒരു മനുഷ്യന് അപകടം പറ്റുമ്പോഴൊക്കെയാണ് നമുക്ക് ഏറ്റവും വലിയ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് തോന്നുക. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. ലക്ഷ്മണൻ എന്ന പേരുള്ള ഒരു സഹോദരനാണ് ഇപ്പോൾ ഈ ഒരു ആനയുടെ ആക്രമണത്തിൽ പരിക്ക് പറ്റിയിരിക്കുന്നത്. പരിക്കെന്ന് പറഞ്ഞാൽ നല്ല ഗുരുതര പരിക്കാണ്. നട്ടലിന് പൊട്ടലുണ്ട്, 2-3 വാരിയലുകൾ ഒടിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ്, പല്ലൊക്കെ പോയിട്ടുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് കേട്ടത്. വളരെ ഭീകരൊരവസ്ഥ തന്നെയാണ് കേട്ടോ. ഇതുപോലെ ഓരോ ദിവസവും നമ്മൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാണ് ഇതിനൊരു അറുതി വരിക എന്നൊന്നും നമുക്കറിയത്തില്ല. വലിയ കഷ്ടത്തിൽ തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഉള്ളത്. പനവല്ലി എന്ന് പറയുന്നതാണ് ഈ ഒരു പ്രദേശം. പനവല്ലി പ്രദേശമാണിത്. കാട്ടിക്കുളത്തിനോട് ചേർന്ന് അതുപോലെ തന്നെ തിരുനെല്ലി പ്രദേശത്തോടൊക്കെ ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് പനവല്ലി എന്ന് പറയുന്നത്. നിരവധി തവണ നമ്മൾ പനവല്ലിയെക്കുറിച്ചും പനവല്ലിയിലെ വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ കാണിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.